കുണ്ടൻ ചത്തു, ആ ഒരു ലെവലേ ഉള്ളൂ. ഒരു മനുഷ്യരെന്നുള്ളൊരു പരിഗണനയില്ല ഒരാൾക്കും. ഞാൻ പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു പോവും. അവിടെ ഞാൻ കുണ്ടനാ, എനിക്കവിടെ കയറാൻ പറ്റത്തില്ല. ഞാൻ എന്താ ഇപ്പൊ ചെയ്യണ്ടേ? എന്റെ തെറ്റുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്, അല്ല മനുഷ്യരുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. അല്ല, 36 രാജ്യങ്ങളിൽ ഈ മയിലെന്ന് പറഞ്ഞ സംഭവം അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ തെറി പറഞ്ഞു പോകുന്നതാ, എനിക്ക് അറിയത്തില്ല, എന്റെ കൺട്രോൾ പോയിട്ടാ പറയണേ. ഞാൻ എങ്ങനെ ജീവിക്കും? ഒരു അൺക്ലെയിംഡ് ബോഡിയായി മനുഷ്യരുടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ തരത്തി തന്നേനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പാടെങ്കിലും ചാവും. എനിക്ക് ഇഷ്ടമില്ല ഇവിടെ ജീവിക്കാൻ. കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ കൊടുക്കാൻ ശരിക്കും പറ്റിയില്ല. അതവസ്ഥ. ഒരു തെരുവ് നായ്ക്ക് പോലും ഇതിലും അധികം റെസ്പെക്റ്റ് ഉണ്ട്. ഒരു 12 വയസ്സ് തൊട്ട് അനുഭവിക്കാൻ തുടങ്ങി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. എൻ്റെ 19 വയസ്സ് തൊട്ട് മനുഷ്യരുടെ കൂടെ ജീവിക്കണേ. എൻ്റെ അമ്മയായിട്ടും എൻ്റെ അപ്പനായിട്ടും എൻ്റെ ചേട്ടായായിട്ടും എൻ്റെ ഹസ്ബൻഡായിട്ടും എല്ലാം നിന്നുകൊണ്ടിരുന്ന എൻ്റെ ചേട്ടായ. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെന്ന് വെച്ചാൽ എൻ്റെ മനുഷ്യട്ടനെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അപ്പനായാലും അമ്മയായാലും എല്ലാവർക്കും അറിയണം ഞാൻ മനുവിനെ തള്ളിയിട്ട് കൊന്നു. അതെ, ഞാൻ തള്ളിയിട്ട് കൊന്നത് തന്നെയാണ്. നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിക്കും. മനുഷ്യരുടെ ഒരിക്കലും ഒരു ഗേ ആണെന്നുള്ളവരെ എനിക്കറിയില്ല, ഞാൻ ഒരു ഗേ ആണെന്നുള്ളവരെ മനുഷ്യടേക്ക് അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. എന്നെ ഉണ്ടായിട്ടും കാര്യമില്ല, എൻ്റെ ചേട്ടയുടെ ചാരം പോലും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക്. പിന്നെ എന്താ കാര്യം? മനുഷ്യനെ മരിച്ചിട്ട് 3ാമത്തെ മാസമാവുക. പക്ഷെ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു അതാണ്. അപ്പം അതില്ലാതെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് എപ്പോഴും നമുക്ക് തരുന്ന ഒരാളാണ്. അപ്പം അത് നാച്ചുറലായിട്ട് തന്നാന്നുള്ളത് തന്നെ ഞാൻ ഉദ്ദേശിച്ചു. ഒരു ഗേ വിവാഹം ചെയ്തുകൊണ്ട് ഒരിക്കലും എന്നെ പള്ളിയിൽ അംഗീകരിക്കുകയില്ലായിരിക്കും, എന്നെ പള്ളിയിൽ അടക്കുകയില്ലായിരിക്കും, അത് ഉറപ്പാണ്. മനുഷ്യരുടെ എല്ലായിരുന്നു പോകണ്ട, ഞാനായിരുന്നു പോകേണ്ട. കാര്യം ഇപ്പം ഭൂമി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. സ്വന്തം അനിയും ചോദിച്ചാണ് ഇനിയെപ്പോൾ എൻ്റെ 2ാമത്തെ കല്യാണം എന്നുള്ള കാര്യം. കല്യാണം വരെ എത്തി, അത് മതി, എനിക്ക് പറയാൻ പറ്റണില്ല. കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളുടെ കുഞ്ഞിനായി നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചേച്ചി മുൻപിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നു പുള്ളിക്കാരെ, അതുകൊണ്ട് ചേച്ചി എന്ന് വിളിക്കുന്നു. നല്ലൊരു സപ്പോർട്ടായിട്ട് പുള്ളിക്കാരെ വന്നിട്ടുണ്ട്. എന്നോടൊപ്പം ഉള്ളത് ഇന്ന് ജെബിനാണ്. നമസ്കാരം ജെബിൻ. ഇച്ഛ മരിച്ചിട്ട് 3 മാസമാവും. ഒന്നിച്ച് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ടൈം മുതൽ, അതായത് മരണസമയവും എല്ലാം നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിരന്തരം എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് എല്ലാം നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജെബിനെ ഞാൻ കുറേ തവണ വിളിച്ചത്, എന്താണ്, സ്റ്റേബിൾ ആണോ, എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ജെബിനാണ് എനിക്കൊരു സജഷൻ തന്നാൽ, ചേച്ചി എനിക്ക് മീഡിയയോടാണ് സംസാരിക്കേണ്ടത്. അതെന്താണ് ജെബിൻ അങ്ങനെ എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് സംസാരിക്കണം, അത് മീഡിയയിൽ കൂടി ആവണം എന്നുള്ളത്? മറ്റൊന്നുമല്ല, കാര്യം വെച്ചാൽ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തോടെ ഇപ്പം കടന്നു പോകുന്നത്. ഈ 4-ാം തീയതി ആകുമ്പോഴത്തേന് മനുഷ്യനെ മരിച്ചിട്ട് 3ാമത്തെ മാസമാവുക. പക്ഷെ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു അതാണ്. കാര്യം പൊതുസമൂഹത്തിലേക്ക് പോലും ഇറങ്ങാൻ പറ്റത്തില്ലാത്തൊരു സംഭവമാണ്. ആൾക്കാരുടെ നോട്ടം നമുക്ക് എങ്ങനെ വേണം നമുക്ക് മാനേജ് ചെയ്ത് നമുക്ക് പോകാം. മറ്റുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഈവൻ ഫോൺ കോൾ ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് വരുന്ന മെസ്സേജസും കാര്യങ്ങളാണെങ്കിലും അത്രയും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഞാൻ മനുഷ്യനെ കൊന്നുള്ള ലെവലിലാണ് ഇപ്പോഴും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ പറയട്ടെ, നമുക്ക് ആൾക്കാരെ എന്തായാലും ഇത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ നിയമമുണ്ട്, കാര്യങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു തെറ്റുകാരനായിരുന്നുവെങ്കിൽ ഓൾറെഡി ഇപ്പം എന്നെ 3 മാസമായി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പം അതുപോലും ചിന്തിക്കാനില്ലാത്ത സമൂഹമാണ് ചുറ്റിനും നിൽക്കുന്നത്. അതായത് നമ്മളെ കൂടിയിട്ടിട്ട് ഇങ്ങനെ കീറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എനിക്ക് തോന്നുന്നു മനു വീഴുന്നത് ഫെബ്രുവരി 2-ാം തീയതി. അപ്പോഴൊന്നും ആരും അറിയുന്നില്ല. മാധ്യമങ്ങളിൽ കൂടെ പിന്നീട് 3-ാം തീയതി മരണം അറിഞ്ഞതിന് ശേഷം ബോഡി വിട്ടുകിട്ടുന്നതുമായിട്ടുള്ള ചില പ്രശ്നം. 2-ാം തീയതി അറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു മാധ്യമങ്ങൾ. ഏകദേശം ആരൊക്കെയോ പറഞ്ഞു തുടങ്ങി. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാൻ ഹോസ്പിറ്റലാണ് ആ സമയത്ത്. എനിക്ക് തോന്നുന്നത് 2-ാം തീയതി നൈറ്റ് ഇത് സംഭവം ഉണ്ടാകുന്നു. ചേട്ടാ ബിൽഡിങ്ങിൽ നിന്ന് വീണെന്ന് അറിയുന്നു. ഞാൻ താഴെ ചെന്ന് കാണുമ്പോൾ തന്നെ ചേട്ടാനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ, കുറേന്ന് വെച്ചാൽ അപ്പാർട്ട്മെന്റുള്ള എനിക്ക് തോന്നുന്നു ഒരു 10-30-40 പേരുണ്ടായിരുന്നു ചുറ്റിലും. ഞാൻ ഇൻറപ്റ്റ് ചെയ്യുന്നതല്ല, ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ജെബിന് പറയാൻ പറ്റും? ഇപ്പോൾ പറയുവാണെങ്കിൽ ഞാൻ ഒരാളല്ല അവിടെ ഉള്ളത്. ഞാൻ, എൻ്റെ അനിയൻ, മനുഷ്യട്ടായി, ഞങ്ങൾ 3 പേര് അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓൾറെഡി 2 പൂച്ചക്കുഞ്ഞുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ആര് വെളിയിൽ പോയാലും, കാര്യം ഇത് നിങ്ങൾ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി അപ്പാർട്ട്മെൻറ്റ് ചുറ്റിനും ഓടും. അതിപ്പോൾ നൈറ്റ് ആണെങ്കിലും ഞങ്ങൾ അവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ഈ രാത്രി പോലും തിരഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അന്ന് നൈറ്റ് ഇതുപോലെ ചേട്ടാ എനിക്കൊന്ന് വേസ്റ്റ് കളയാൻ വേണ്ടി പോകാൻ തോന്നി ചേട്ടാ. എനിക്കറിയില്ല എന്തിനാ പോയെന്നുള്ള റീസൺ എനിക്കറിയില്ല. ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ കയറിയത് എന്തിനാന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നിയേക്കുന്ന ഒരു കാര്യം. മീൻസ് എനിക്ക് പേഴ്സണലി ഡൗട്ട് തോന്നിയേക്കുന്നത്, മനുഷ്യട്ടായി സ്മോക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ സ്മോക്ക് ചെയ്യാനോ അങ്ങനത്തെ ഉള്ള ഒരു പരിപാടിയും ഞാൻ സമ്മതിക്കത്തില്ല. അത് എല്ലാവർക്കും അറിയാം കേട്ടോ. കാര്യം ഞാനൊരു ഓസിലിയുടെ കുറച്ച് പ്രശ്നമുള്ള ഒരാളായതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ എനിക്ക് എൻ്റെ ഒരു പ്രശ്നം. അത് മനുഷ്യടയ്ക്ക് അറിയാം. അപ്പം മനുഷ്യട എന്താ വെച്ചാൽ എന്തുണ്ടെങ്കിലും വെളിയിൽ പോയിട്ട് സിഗരറ്റ് വലിക്കുകയാണെങ്കിലും പോകുള്ളൂ. അപ്പം അന്ന് രാവിലെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്നു. ഞങ്ങൾ ഉച്ചയായപ്പോൾ തന്നെ പോയി ഫുഡ് കഴിച്ചു. അനിയന് ചിക്കൻ കറിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കഴിച്ചു.
അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈവനിങ് പള്ളിയിൽ പോയി, ഞാൻ നമ്മുടെ സോഷ്യൽ പള്ളിയിൽ പോയി. സോഷ്യൽ പള്ളിയിൽ തിരിച്ചു പോയിട്ട് വന്നിട്ട് ഞാൻ ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് പതിവില്ലാതെ എടാ കപ്പളങ്ങാപ്പഴം ഇരിപ്പുണ്ട്, കപ്പളങ്ങാപ്പഴം മുറിച്ച് തിന്നാന്നൊക്കെ പറഞ്ഞ് കപ്പളങ്ങാപ്പഴമൊക്കെ ഞങ്ങൾ മുറിച്ച് തിന്ന്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകും. കാര്യം ഞങ്ങൾ തലേ ദിവസം 12 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് അപ്പാർട്ട്മെൻറ്റെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല അന്നത്തെ ദിവസം. ഞാൻ ഇതെല്ലാം കഴിച്ചിട്ട് ഞാൻ കയറി കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാ പതിവില്ലാതെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് തരുന്ന ഒരാളാണ്, അപ്പോൾ നാച്ചുറലായിട്ട് തന്നാന്നുള്ള കാര്യം തന്നെ ഞാൻ ഉദ്ദേശിച്ചു. ഞാൻ കയറി കിടന്ന് ഉറങ്ങി. എനിക്ക് തോന്നുന്നു 1 മണിയൊക്കെ കഴിഞ്ഞ് 1:15 ആയപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഡോറിനിട്ട് വന്ന് എല്ലാവരും ഇടിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചാക്കോച്ചി എന്നെ വേണ്ടി വിളിക്കുന്നുണ്ട്. ചാക്കോ എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടി എഴുന്നേറ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞ് മഞ്ചേടെ വീണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ചേടെ വീണ് കിടക്കുന്ന പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാരഥി ഷുഗറും പ്രഷറും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം വന്ന് താന്നു പോകുമ്പോഴൊക്കെ ആയിരിക്കുമല്ലോ വീണ് കിടക്കുന്നത്. ഞാൻ ഒരു പ്രതീക്ഷയിൽ ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡോറ് തുറന്നു തരുന്നത് ഇത് ഞങ്ങളുടെ തൊട്ട് താഴെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ വേണ്ടി ഡോറ് തുറന്നു തരികയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഞാൻ പോയി കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ മനുഷ്യേട്ടനെ ഇങ്ങനെ താങ്ങി ഒരാളിങ്ങനെ പിടിച്ച് വെച്ചേക്കുവാണ്. മനുഷ്യേട്ടൻ നല്ലപോലെ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്നാ മനുഷ്യരുടെ പറ്റിയ ഒരാൾക്കാർ എന്നോടൊന്നും മിണ്ടണില്ല. ഞാൻ ഇങ്ങനെ കാറോ കടന്നു ചെയ്യുന്നത്, കാരണം എനിക്ക് എന്നെ ചെയ്യണമെന്നറിയില്ല. ഞങ്ങൾക്ക് മനുഷ്യരുടെ ചെവിക്കകത്തോടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ താടിയിൽ ഒഴുകുന്നു. അപ്പം ഞാനത് വെച്ച് വലിയ സംഭവമൊന്നുമില്ല. പക്ഷേ ആൾക്കാരും എന്നോടൊന്നും മിണ്ടണമില്ല, ആരും എന്നോടൊന്നും പറയണില്ല. ഇപ്പോൾ ഷെമീറിയായിട്ട് നമ്മുടെ കടയെടുത്ത് ഷെമീറിയായിട്ടൊക്കെ വന്നു. ഇവരാണ് ആംബുലൻസ് പിടിച്ചു തന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരെടുത്തിട്ട് ആംബുലൻസ് കയറ്റി തന്നു. അപ്പോൾ ഞാൻ കരുതി ഇവരാരെങ്കിലും ഒക്കെ വരും എന്നുള്ള കാര്യം. ആരും വരണില്ല. ഞാനെടുത്ത് ഒറ്റയ്ക്ക് കൊണ്ടുപോകുക. ആ വീണ് കിടക്കുമ്പോൾ ഞാൻ ആയ്മ വിളിക്കുന്നത് എൻ്റെ അമ്മേനെയും ജോജോ എന്ന് പറഞ്ഞ ചേട്ടനാണ്, മനുഷ്യൻ്റെ ചേട്ടൻ. ഞാൻ വിളിച്ച് പറയുമ്പോൾ തന്നെ ആദ്യമേ ഒരു 5 കോൾ 6 കോളൊന്നും ജോജോയുടെ എടുത്തിട്ടില്ല. ഒരു 7ാമത്തെ കോൾ 8ാമത്തെ കോൾ ഞാൻ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ചേട്ടൻ ഫോൺ എടുക്കുന്നു. ഞാൻ എടുത്തിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഓക്കെ മോനെ ഞാനിപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അവരുടെ കോളൊന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താ പറ്റുക. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ഇത്ര അറിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ഓക്കെ. ചുറ്റും നിൽക്കുന്ന കുറേ ആൾക്കാർ പറഞ്ഞു നമുക്കിവിടെ ഇപ്പം നിർത്തിയിട്ട് കാര്യമില്ല, നമുക്ക് ഒന്നെങ്കിലും ഏതെങ്കിലും നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, കാര്യം സിറ്റുവേഷൻ. അപ്പം മനുഷ്യരുടെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്, എന്നുള്ള സൗണ്ട് വെക്കുന്നുണ്ട്. എന്താ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ ഷാൻചേട്ടനെ വിളിക്കുന്നു. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലുള്ള തന്നെ ഷാൻചേട്ടനെ വിളിച്ചു. പുള്ളിക്കാരൻ വന്നിട്ട് എൻ്റെ അടുത്ത് ആംബുലൻസ് കയറിയിട്ടില്ല, ഇവിടെ നേരെ എടുത്ത് ആസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസ് കയറിയപ്പോഴത്തേക്കും മനസ്സിലായായിരുന്നു മേളിൽ നിന്ന് വീണതാണെന്ന്. എന്നോട് പറഞ്ഞു, ആൾക്കാരെല്ലാം പറഞ്ഞു. അതായത് 2 കൂട്ടുകാരന്മാരെ കണ്ടോണ്ട് നിൽക്കുകയാണ് മനുഷ്യരുടെ നേരെ മണ്ടേന്ന് താഴെ വന്ന് വീഴുന്നത്. ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റി ചെന്നൊരു എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആദ്യമേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്നുള്ള ലെവലാണ് പറഞ്ഞത്. പക്ഷേ വീണ്ടും വേറെ എന്തൊക്കെയോ ചെയ്തു, എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യുന്നുള്ള കാര്യം. അവരവിടെ ചെന്ന് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ബ്ലഡ് ഇങ്ങനെ ഫുൾ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട് എല്ലായിടത്തും കൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബോഡി ഇങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് കിടക്കും, എങ്കിലും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുത്തിയിരുന്ന് വിളിക്കുക വീട്ടുകാരെ. കാര്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ലീഗലി. എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെന്ന് പറഞ്ഞ് സൈൻ ചെയ്യും, കാര്യം വീട്ടുകാരുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവളെ നിസ്സഹായനാണ്. ഞാൻ വിളിക്കാൻ പറ്റുന്ന അത്രയും വിളിച്ചു. അന്നത്തെ ദിവസം രാവിലെ ആയി. അപ്പോൾ ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു, 5 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇനി മനുഷ്യനക്കില്ല. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ അവിടെ ഒരു മൂലയിലൊരു ചെയറിലിരിക്കുകയാണ്. പിന്നെ ആൾക്കാരൊക്കെ എവിടെ നിന്നൊക്കെയോ വന്നു, ഇവരോടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നെ ഞാൻ അറിയുന്ന എപ്പോഴാന്ന് വെച്ചാൽ മനുഷ്യരുടെ സത്യം പറഞ്ഞാൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കഴിയുന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് ഒരു 2 ദിവസം ശേഷമാണ്. 2 ദിവസം വെന്റിലേറ്റർ കിടന്നു. പിന്നെ 2 ദിവസം അല്ലാതെ മോർച്ചറിയിലും കിടന്നു. 4-ാം തീയതി രാത്രി 11:14 ചേട്ടൻ മരിക്കുന്നത്. ഹോസ്പിറ്റലായിരുന്നപ്പോഴൊന്നും വീട്ടുകാർ വന്നില്ല. ഹോസ്പിറ്റലായ സമയത്ത് വീട്ടുകാർ വന്നു. ഞാനിവരെ വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ആരുടെ കയ്യിലൊക്കെയാണ്. ഇവരാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം. അപ്പം മനുഷ്യൻ്റെ കുറേ കസിൻസ് അവിടെ വരുന്നു. പിന്നെ ആദ്യമേ മലയാറ്റൂരിലുള്ള ഓരോ ആൾക്കാരൊക്കെ വന്നു. ഇപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ ഏകദേശം 1,00,000 സംതിങ് ബില്ലായെന്ന് പറഞ്ഞപ്പോൾ തന്നെ പതിയെ അവരെല്ലാവരും വലിയാൻ തുടങ്ങി. കാര്യം നമ്മളൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല നോക്കണം, നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുവന്നുള്ളത്. നമുക്ക് ഒരാളുടെ ജീവനാണ് എനിക്ക് വേണ്ടത്. ഞാൻ പറയാം, എന്നെ പോലുള്ളവർക്ക് എനിക്ക് നിവൃത്തിയൊന്നുമില്ല. ഞാൻ കഴിയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ സഹായിക്കുന്ന വെച്ചാണ് ഞങ്ങൾ മുമ്പോട്ടെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുന്നുള്ള ലെവലിലല്ലോ നമ്മളാരും ജീവിക്കുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെ ഉള്ളതാണ് 3000 രൂപ. അവരത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ എന്നെ ഇത് ചെയ്തു. പക്ഷേ എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയില്ല. എൻ്റെ കയ്യിലൊന്നുമില്ല. ഷാൻചേട്ടാനെ വിളിക്കുന്നു, അവരെല്ലാം വിളിച്ച്. ഇപ്പോൾ അവരെല്ലാം വന്നപ്പോൾ പിന്നെ ഈ കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാരെ വിളിച്ചു. അനുശേഷിയാണ് ഇങ്ങനെ ഇവരെല്ലാം വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷമാണ് ഇതിൽ ഫാസ്റ്റ് ആയി തുടങ്ങുന്നത്. ഇത് ചേട്ടാ വീഴുന്നതിന് മുമ്പ് കാണുന്നത് താടിയൊക്കെ വെച്ച് നല്ല കിടുവായിട്ടിരിക്കുന്ന ഒരു ചേട്ടാനെ കണ്ടിട്ട് പെട്ടെന്ന്
ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ പോലെ ഇവിടെ എല്ലാം പഠിച്ച് എല്ലാം കഴിഞ്ഞ് അങ്ങനെ എനിക്കൊന്നും അത് കാണാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ എന്നാ ചെയ്യുന്ന എനിക്കല്ല, ഞാൻ ഒറ്റപ്പെട്ട് ഇരിക്കുമായിരുന്നു. കാര്യം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി. എൻ്റെ തെറ്റാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം മുമ്പോട്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയത്തില്ലാതായിപ്പോയായിരുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ മനുഷ്യരുടെ ഭയങ്കര ഡിപ്പെൻഡ് പേഴ്സണാണ്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഫേസ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഞാൻ അവിടെ എന്നാ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നേന്ന് തൊട്ട് എന്തൊക്കെയോ ഞാൻ ചെയ്തു. ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാര്യം ഒറ്റയ്ക്കേ ഉള്ളൂ, അവിടെ അത്ര പേരുണ്ടായിട്ട് പോലും ഒന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഒന്നിനും ആരും ഇല്ലായിരുന്നു. അങ്ങനെയാണ് എന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. എൻ്റെ ചേട്ടയുടെ ചാരം പോലും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക്. പിന്നെന്താ കാര്യം, മരിച്ചതിന് ശേഷം മനുവിൻ്റെ ബോഡി കിട്ടുന്നതായിട്ട് നിറയെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്തായിരുന്നു? അതായത് അവിടുന്ന് മനുഷ്യൻ്റെ ചേട്ടനൊക്കെ വന്നു. ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആർമി വന്നപ്പോൾ തന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബോഡി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം, പൈസ നിങ്ങൾ അടയ്ക്കണം. ആ ഒരു ടോക്കിങ് ഉണ്ടായത്. ഇതുപോലെ പൈസ അടയ്ക്കാൻ വേണ്ടി എൻ്റെ അമ്മ കുറച്ച് പൈസ തന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് ശ്രുതി, നമ്മുടെ ദയ, ഗായത്രി അവരൊക്കെ കൂടി കുറച്ച് ക്യാഷ് വന്നു. LGBT കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ആൾക്കാർ ഒരു കുറച്ച് ക്യാഷ് വന്നു. ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങളുടെ കയ്യിൽ അന്നുള്ളത് ഒരു 30,000 രൂപ എടുത്തിട്ടേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല കയ്യിൽ. ഹോസ്പിറ്റലിൽ ബില്ല് അടയ്ക്കണം, ഇവർ ബോഡി കൊണ്ടുപോയിക്കോളാമെന്ന് പറഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കണം, അമ്മ ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു എനിക്കെന്ന് വെച്ചാൽ ഒരു 2 വീലർ വണ്ടിയുണ്ട്. ആ വണ്ടി അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് പൈസ കിട്ടുമെന്ന് വെച്ചാൽ അതും തരത്തില്ല. എനിക്ക് വേറൊരു വഴിയില്ല. എൻ്റെ അമ്മയ്ക്ക് തരാൻ പറ്റുന്ന പൈസ അമ്മ തന്നു. അപ്പോൾ ഇവരോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവർ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ ആൾക്കാരെല്ലാവരും കോൺടാക്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ക്യാഷ് കൊടുക്കണം എന്നുള്ള ഒരു അവസ്ഥ ഇവർക്ക് ബേസിക്കലി മനസ്സിലായിരുന്നു. ഇവർ ഓൾറെഡി എല്ലാ ആൾക്കാരെയും വിട്ട് അന്വേഷിപ്പിച്ച് അങ്ങനെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു മനുഷ്യത്വപരമല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിയത്. ഞാൻ എല്ലാവരെക്കുറിച്ചും പറയുന്നില്ല, അതിൽ ആൾക്കാരെങ്ങനെ കളിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്ക് അറിയാം. ഹോസ്പിറ്റലിലെ CCTV ദൃശ്യത്തിലുണ്ട്. അതുപോലെ തന്നെ അവരെ കോൾ വിളിച്ചിട്ടുണ്ട്. കോൾ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ഉണ്ട്, റെക്കോർഡുണ്ട് കയ്യിൽ. ലാസ്റ്റ് അവർ സംസാരിച്ച റെക്കോർഡ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. എന്താണെന്നുള്ളൊരു കാര്യം അങ്ങനെയുള്ളൊരു എന്താ പറയണ്ടേ, ഞാൻ ഒരിക്കലും കുടുംബത്തിനെ കുറ്റം പറയില്ല കേട്ടോ. കാര്യം അവർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ കൂട്ടത്തിൽ നിന്ന് കുറേ ആൾക്കാർ കളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കുറേ സംഭവം ഉണ്ടായത്. അങ്ങനെ ബില്ലടയ്ക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ട് അവരപ്പം തന്നെ തിരിച്ച് കണ്ണൂർക്ക് പോയി. ബോഡി എനിക്കും കിട്ടത്തില്ല, വീട്ടുകാർ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇത് അൺക്ലെയിംഡ് ബോഡി ആകും എന്നുള്ള കാര്യം സംഭവം പറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു മെഡിക്കൽ കോളേജിന് പഠിക്കാനായിട്ട് വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഇതിനുള്ള സംഭവം? ഇത്ര നാൾ ഞാൻ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് എൻ്റെ മനുഷ്യട്ടാനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അവർക്കോ വേണ്ട. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ അതിനുശേഷം നമ്മുടെ അഡ്വക്കേറ്റ് ചേച്ചി പത്മ ചേച്ചി വന്നു. പിന്നെ കുറേ ആൾക്കാർ ഇടപെട്ട് തുടങ്ങി. പിന്നെ പോലീസുകാർ വന്നു. പോലീസുകാർ പിന്നെ ഇവരെ വിളിച്ചു. പിന്നെ കോടതിയിൽ കേസ് കൊടുത്തു. അങ്ങനെ പിന്നെ ആ 2 ദിവസം കോടതിയുടെ പുറകെയായിരുന്നു. എനിക്ക് എൻ്റെ മനുഷ്യനെ സത്യം പറഞ്ഞാൽ ഒന്ന് കാണാൻ വേണ്ടി ചോദിന് പറ്റിയിട്ടില്ല. ലാസ്റ്റിൻ്റെ മനുഷ്യടേക്ക് എനിക്കൊരു ട്രസ്റ്റ് എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. ആ അവസ്ഥ ആലോചിച്ചു എനിക്ക്. മനുഷ്യൻ്റെ മെഡിക്കൽ കോളേജിൽ മോർച്ചറി ഇരിക്കുന്ന സമയത്ത് ഞാൻ കോടതിക്കുള്ളിൽ നിൽക്കുക. ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ അനുഭവിച്ചിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നമാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാര്യം ഒരു 12 വയസ്സ് തൊട്ട് അനുഭവിക്കാൻ തുടങ്ങി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അതിപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നത്. പിന്നെ കുറേ പൊതുസമൂഹം കൂടെ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യത്തിൽ പുറകെ നമ്മളെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുമ്പം സഹിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, ആദ്യം എന്ന് പറയുന്ന സംഭവം എൻ്റെ മുമ്പിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല വട്ടങ്ങളും അതെ. ഞാനിപ്പോൾ ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ വെറുതെ കണ്ണിൽ കൂടെ വെള്ളം വരും. ഞാൻ ബസ്സിൽ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കും, അല്ലെങ്കിൽ റൂമിൽ ഇരിക്കുകയാണെങ്കിലും സംസാരിക്കും. ഇപ്പം അനിയൻ റൂമിലുണ്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇൻവോൾവ് ആവുള്ളൂ. ഇവൻ എന്നോടൊന്ന് സംസാരിക്കാനായിട്ടോ അല്ലെ. എൻ്റെ അമ്മ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ ഇപ്പോൾ ഒരു പീക്ക് ലെവൽ ഭയങ്കര മോശമാണ്. ഈ സമയത്ത് എൻ്റെ കൂടെ ആരുമില്ല, ഒരു ഒറ്റ മനുഷ്യരില്ല എൻ്റെ കൂടെ. ഇപ്പം ഞാൻ പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കണം, അമ്മയാണേലോ അല്ലെ അച്ഛനാണേലും മോനെ സാരമില്ല എന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ട്, ഓക്കെ കുഴപ്പമില്ല. ഇത് പക്ഷെ അങ്ങനല്ല, ഒരൊറ്റ മനുഷ്യരില്ല കൂടെ. അപ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം എന്നാന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു ഭാരമാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്ന കുണ്ടൻ ചത്തു ആ ഒരു ലെവലേ ഉള്ളൂ. ഒരു മനുഷ്യരെന്നുള്ളൊരു പരിഗണനയില്ല ഒരാൾക്കും.
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കരഞ്ഞു പോവും. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ പറഞ്ഞല്ലോ, പൊതുസമൂഹത്തിൽ ചില ആളുകൾ അങ്ങനെയാണ്. അത് ജെബിന് ഉൾക്കൊള്ളണം. ഞാൻ പറയട്ടെ, ഇപ്പൊ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ, ഓക്കെ ഞാൻ സമ്മതിച്ചു. ഇവർ അപ്പനോ ഇവർ അമ്മയോ ഇവരാരും മരിക്കുകയല്ലേ? ഇവരെല്ലാം ചിരഞ്ജീവിയായിട്ട് ജീവിക്കുമോ? ഒരു മനുഷ്യനല്ലേ, അവന് ഈ ഭൂമിയിൽ എത്ര നാൾ ആയുസ്സുണ്ടെന്നുള്ള കാര്യം നമുക്ക് മരണത്തെ മാത്രം നമുക്ക് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റത്തില്ല. എന്ത് വന്നാലും പറ്റത്തില്ല. ബാക്കിയുള്ള എല്ലാ കാര്യം നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം. ഈ ഒരു കാര്യം മാത്രം എന്തായാലും പറ്റില്ല. ഈ സംഭവം മനുഷ്യരുടെ വീണെന്ന് അറിഞ്ഞ് അന്നത്തെ ദിവസം തൊട്ട് ഞാൻ പറയുന്നുണ്ട്, ഇതെല്ലാവരും അറിയിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഞാൻ കൊന്നുള്ള ലെവലിൽ വരും. ഞാൻ അന്നത്തെ ദിവസം തൊട്ട് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന കൂട്ടുകാരോടും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരോടും ഞാൻ പറഞ്ഞു. എന്നോട് എല്ലാവരും പറഞ്ഞത് ഇപ്പം പറയണ്ട. എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ അന്നത്തെ ദിവസം ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതല്ലാതെ എൻ്റെ എല്ലാ കാര്യം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അവരാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പേഴ്സണലായിട്ട്. ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഇപ്പം മനുഷ്യൻ്റെ വീട്ടിലോട്ടായാലും ഞാൻ വിളിച്ച് സംസാരിക്കും. എൻ്റെ ഏറ്റവും കൂടുതൽ വിഷമം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരിത്രയും ബാഡായിട്ടുള്ള ഒരു സംഭവം ചിന്തിക്കാനുള്ള ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഈ സമയത്ത് ആലോചിച്ചു, ഞാൻ മരിക്കുമായിരുന്നെങ്കിൽ ഇത്ര ഒരു പ്രശ്നം എൻ്റെ മനുഷ്യടേക്ക് ഉണ്ടാകത്തില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. എന്നെ എന്തായാലും ഓക്കെ ശരിയാണ്, ഞാനിങ്ങനെ ഒരു ഗേ വിവാഹം ചെയ്തുകൊണ്ട് ഒരിക്കലും എന്നെ പള്ളിയിൽ അംഗീകരിക്കുകയില്ലായിരിക്കും, എന്നെ പള്ളിയിൽ അടക്കുകയില്ലായിരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നെ കൊണ്ട് അടക്കും. അത് ദഹിപ്പിക്കുമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, ഉറപ്പാണ്, എനിക്കത് 100%. പക്ഷേ എന്നെ മനുഷ്യേട്ടാ അല്ലായിരുന്നു പോകേണ്ടത്, ഞാനായിരുന്നു പോകേണ്ടത്. കാര്യം എന്നെ മനുഷ്യേട്ടായി കുറച്ചും കൂടെ മനുഷ്യരുടെ അമ്മേനെ ആയാലും നോക്കായിരുന്നു. അത് വയ്യാതിരിക്കുന്ന ഒരാൾ, അച്ഛനായാലും അവരുടെ പ്രായ ആൾക്കാരാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഭൂമി ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട. അതുപോലെ തന്നെ വീട്ടുകാർ സ്വന്തം അനിയും ചോദിച്ചാണ്, രണ്ടാമത്തവൻ ചോദിച്ചാണ്, എൻ്റെ തൊട്ടുപാടുള്ളവൻ ഇനിയെപ്പോൾ എൻ്റെ രണ്ടാമത്തെ കല്യാണം എന്നുള്ള കാര്യം. അത്രയും ഇതായിട്ടുള്ള സൊസൈറ്റി കൂടെയാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് എനിക്ക് വീട്ടിൽ പോയി നിന്നുകൂടെ? ഏത് വീട്ടിൽ പോയി നിൽക്കണം? ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ വീട്ടിൽ പോയി നിൽക്കണോ? ഞാൻ എവിടെ പോയി നിൽക്കും? പിന്നെ ഇവിടുന്ന് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറുന്ന കാര്യം പറഞ്ഞു. കുറേ വീട്ടിൽ ഞാൻ പോയി ചോദിച്ചു വീടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞേ, ഇങ്ങനെ മരിച്ച ഒരാളുടെ ആളെ നിർത്താൻ പറ്റത്തില്ല, നീ ഇങ്ങനെ ചെയ്യുമോ എന്നവർക്കറിയില്ല. ഓക്കെ, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടിടാം. അവിടെ എല്ലാം കൊണ്ടിട്ടിട്ട് ഞാൻ ഏതെങ്കിലും ജെൻസ് ഹോസ്റ്റലിൽ കയറി നിൽക്കാം. അവിടെ ഞാൻ എനിക്കവിടെ കയറാൻ പറ്റത്തില്ല. ഞാൻ എന്താ ഇപ്പം ചെയ്യണ്ടേ? ഞാൻ എന്താ ചെയ്യും? ഞാൻ എങ്ങനെ ജീവിക്കും പറ? അപ്പം ഇതെല്ലാം ഓരോ ക്വസ്റ്റ്യനാണ്. ചെയ്യാൻ പറ്റില്ല കുറേ കാര്യങ്ങൾ. എല്ലാവരും പറയും മൂവ് ഓൺ ചെയ്യണമെന്ന്. പക്ഷെ പറ്റണ്ടേ മൂവ് ഓൺ ചെയ്യാൻ? ഒരു മനുഷ്യൻ സംസാരിക്കാനോട് എടുക്കാനോടെ കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, ഞാൻ മനുഷ്യേട്ടായിട്ട് പറഞ്ഞ് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ 19 വയസ്സ് തൊട്ട് മനുഷ്യരുടെ കൂടെ ജീവിക്കണേ. എൻ്റെ അമ്മയായിട്ടും എൻ്റെ അപ്പനായിട്ടും എൻ്റെ ചേട്ടായായിട്ടും എൻ്റെ ഹസ്ബൻഡായിട്ടും എല്ലാം നിന്നുകൊണ്ടിരുന്ന എൻ്റെ ചേട്ടായ. അവിടെ ഞാൻ വേറെ ഒരാളെ എൻ്റെ ഇത്ര നാളത്തെ ഇടയ്ക്ക് ഞാൻ വേറെ ആളെ എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഭയങ്കര ഒറ്റപ്പെട്ട് ജീവിക്കും. ഇപ്പോൾ ഒന്നുമില്ലാത്ത ലെവലിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്ന് ഒച്ചതി കാരണമെന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും പോകണമെന്നുണ്ട്. പക്ഷെ പോകുമ്പോൾ എവിടെ ചെന്നാലും എന്നെ ആൾക്കാരൊരു എന്താ പറയണ്ടേ, ഒരു അത്രയും ഇതുപോലെ ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എൻ്റെ അവസ്ഥ അത്രയും ഭയങ്കര തകർന്നിരിക്കുകയാണ്. ആ ഒരു ലെവലിൽ കൂടെ ഞാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളും ഇതുങ്ങൾ എൻ്റെ അമ്മയുള്ള കാരണമാണ് ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചു പോകണേ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് ജോലിക്ക് പൊക്കൂടെ, ജോലിയുടെ കാര്യം നോക്കിക്കൂടെ? മെൻ്റലി ഞാൻ സ്റ്റേബിൾ അല്ല. ഒരു ജോബ് വരുമ്പോൾ എനിക്കത് കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള സ്റ്റേബിലിറ്റി എനിക്ക് ഇപ്പോഴും ഇല്ല. കുറേ പേര് പറഞ്ഞു നമുക്ക് കൗൺസിലിങ്ങിന് പോകാം, അങ്ങനെ പോകാം. ഓക്കെ, ഞാൻ കൗൺസിലിംഗ് പോകാൻ റെഡിയാണ്. പറച്ചിലുണ്ട് ആൾക്കാരെല്ലാവരും വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ ആൾക്കാരും കുറേ പേര് പറയാൻ വേണ്ടിയുണ്ട്. ഫോൺ വിളിച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സംസാരിക്കും. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇഷ്ടമില്ല ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ആൾക്കാർ വന്നിട്ട് നമ്മൾ ഭയങ്കര ഉപദേശമാണ്, അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, നീ എവിടെയെങ്കിലും യാത്ര പോകണം, വെറുതെ ആഹാരം കഴിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കാതെ നീ യാത്രയ്ക്ക് പോകാൻ വേണ്ടി എന്നോട് പറയണം. ഇപ്പോൾ വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇതുമില്ല. മരിക്കുന്നതിന് മുമ്പ് വരെ മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛയും ചേട്ടായൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ഈ മരണം കൊണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു കല്യാണം കഴിച്ചതോ? അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മരണത്തിന് മുന്നേ വീട്ടുകാരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. 2 വീട്ടുകാർ? 2 വീട്ടുകാരായിട്ട്. പിന്നെ എങ്ങനെയാണ് മനുവിന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് പറഞ്ഞപ്പോൾ അവർക്ക്? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവരത്രയും നാൾ മീൻസ്
കള്ളത്തരം കാണിച്ചിട്ടുള്ള രീതിയിലല്ലേ സ്നേഹിച്ചുകൊണ്ടിരുന്നത് ഞാൻ ചോദിക്കണേ. ഇത്രയും ദിവസമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു മനുഷ്യട്ടായും ഞാനുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് മനുഷ്യനെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് മനുഷ്യൻ്റെ കൂട്ടുകാരന്മാരുൾപ്പെടെ അത്രയും ദിവസം മനുഷ്യട്ടായിട്ട് സംസാരിക്കുകയും എന്താ പറയണ്ടേ അവരുടെ നാട്ടിലെ ആൾക്കാർ അവർ വന്നിട്ട് ഇതുണ്ടോ മരിച്ചു മനുവിൻ്റെ നാട്ടിലുള്ളതാണ് ഞാൻ ഇന്ന് വെളുപ്പിനെയാണ് മരിച്ചത് എന്ന് പറഞ്ഞ് ഇവരിതൊന്നും അറിയാതെ അവിടെ നിന്ന് കുറേ കമൻറ്റ് ഇട്ടേക്കുന്നു. മനുഷ്യനെ നിന്റെ ഇച്ഛ അല്ലായിരുന്നോ, നീ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ടിട്ട് പോയേ, നീ പരിപാടി നിർത്തിയിട്ട് നീ ഇപ്പോൾ പാലത്തിനടി മനുവിനെ ഹോസ്പിറ്റലിൽ കിടക്കുക, നീ ഇപ്പോൾ കളമശ്ശേരി പാലത്തിനടി പോയി നിൽക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ കൂട്ടുകാരന്മാരിട്ടേക്കുന്ന കമൻസാണ് ഇതൊക്കെ. തലേദിവസം വൈകിട്ട് വരെ അല്ലെങ്കിൽ ആ ഒരാഴ്ച വരെ ചാറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ ഇങ്ങനെ മെസ്സേജ് ഇട്ടേക്കുന്നത്. ഇവരൊക്കെ മനസ്സിലാക്കി അപ്പം മനുഷ്യട്ട ഉണ്ടായിരുന്നപ്പോൾ ഇവർക്കൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഇതിലെന്താ അർത്ഥം? അപ്പോൾ മനുവിനെ എങ്ങനെ അവർ സ്നേഹിച്ചുകൊണ്ടിരുന്നത്, അവർ വീട്ടുകാരെങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്? എല്ലാവരും കള്ളത്തരങ്ങൾ കാണിച്ചിട്ട്. ഞാൻ പറയുകയാണെ എൻ്റെ ജസീമ അല്ലാതെ വേറെ ആൾക്കാരും ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതെനിക്ക് ഈ ഒരു മരണം കൊണ്ട് മനസ്സിലായി. കാര്യം മനുഷ്യട്ടായി മരിച്ചു എന്ന് പറഞ്ഞ അതായത് രാത്രി ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്കുന്ന ഏകദേശം അന്ന് രാത്രി ആ മനുഷ്യട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂറാണ് മാറി നിൽക്കുന്നത്. കാര്യം അത്ര ദിവസമായിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല, കുളിച്ചിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് അത്രയും സമയത്തിലാണ് ഞാൻ മാറി നിൽക്കണത്. ആ മാറി നിൽക്കുന്ന ടൈമിലാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞൊപ്പിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ ഹോസ്പിറ്റലിൽ ഇവർ നിൽക്കുന്നുണ്ട്, ഇവരുടെ ആൾക്കാർ ആരൊക്കെയുണ്ട് നമുക്കറിയില്ല. ഇവരൊരുമാതിരി എന്താ പറയണ്ടേ ഹൈഡ് ആൻഡ് സീക്ക് പോലെ മാറി മറിച്ച് ഒളിച്ച് നിന്നിട്ടുള്ള പരിപാടിയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. 1 മണിക്കൂർ മാറി നിന്നതിന് ഇവരെല്ലാം പറഞ്ഞ് ഞാൻ മനുവിനെ ഇട്ടയച്ചിട്ട് പോയി പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളവർ. വീട്ടുകാർ വരാതെ നമുക്ക് ബോഡി വിട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ പോലീസ് മീൻസ് കോർട്ടിൽ നിന്ന് ഇത് കിട്ടാതെ എനിക്ക് ബോഡി തരത്തില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ആ തറയെ കിടക്കുക. ഞാൻ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഞാൻ എന്നിട്ട് പറഞ്ഞ് മനുഷ്യൻ്റെ ബോഡി വിട്ടൊക്കെ ഇത്ര 1,00,000 സംതിങ് രൂപ പിരിഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ അത് കിട്ടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഞാൻ എൻ്റെ കിഡ്നി ഞാൻ അവിടെ പറഞ്ഞു എല്ലാവരോടും എനിക്കിപ്പോൾ വേറെ വഴിയില്ല, എന്നെ വേണം ചെക്ക് ചെയ്യുമോ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ എടുത്തിട്ട് എൻ്റെ മനുഷ്യനെ വിട്ട് തന്നാൽ മതി ഞാൻ പറഞ്ഞു. ഇവരാരും ഒരു രീതിയിലും നമ്മളൊരു എന്താ പറയണ്ടേ ഒരു രീതിയിൽ നമ്മളാരും അടുക്കണില്ല. ഇവർ വന്നിട്ട് പറയണം അപ്പോഴും ഈ കോർട്ടിൽ നിന്നുള്ള ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇങ്ങനെ ന്യൂസ് എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനിയും ബോഡി കൊണ്ടുപോയില്ലെങ്കിൽ ഇവരെ മോശക്കാരാക്കും. കാര്യം അങ്ങനെ ആയി, എല്ലായിടത്തൂടെയും പറഞ്ഞു തുടങ്ങി. കാര്യം ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു നാണക്കേടാവുന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ചു വരുന്നു. അവർ വന്നിട്ട് അവർ വരുന്നതേ കോർട്ടിൽ നിന്ന് ഒരു ഓർഡറും കിട്ടാതെ ഇവർ അപ്പം തന്നെ ആംബുലൻസായിട്ട് അവർ വരുന്നത് ഇങ്ങോട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. കാര്യം എന്തായാലും എനിക്ക് ബോഡി വിട്ട് തരത്തില്ല. കാര്യം ഞാൻ ബ്ലഡ് റിലേഷൻ അല്ല, ഞാൻ വെറും ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതുപോലും ഇല്ല, ഒരു ഫ്രണ്ട് പോലും അല്ല. കാര്യം ഇവിടുന്ന് അവരെന്നോട് പറഞ്ഞു ചേട്ടായി കേട്ടോ, കാര്യം ശരിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ പുള്ളി എന്നോട് ഇത് ഒരു മോശമായിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല കേട്ടോ. നമുക്ക് പറയുമ്പോൾ എല്ലാം പറയണത് ഒരു മോശമായിട്ട് പെരുമാറിയില്ല. പുള്ളി എന്നെ മോനെ നീയും ആംബുലൻസിൽ കയറിക്കുക, പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരും പറഞ്ഞ് കയറണ്ടെന്ന്. കാര്യം വെച്ചാൽ അതുപോലെയാണ് ആൾക്കാർ മറ്റുള്ളവർ നിന്നുകൊണ്ടിരുന്നത്. കാര്യം അന്ന് ഞങ്ങൾ അവിടെ രാവിലെ ചേട്ടായുടെ അടുത്ത് ചെന്നു, മീൻസ് അതിന് മുമ്പ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് ഇതിന് വരുമായിരുന്നു, നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് വരുമായിരുന്നു അവിടെ ചെന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാരും എല്ലാവരും കൂടെ നമ്മളെ അവരുടെ കണ്ണിലറിയാം നമുക്ക് നമ്മളെ എല്ലാം വേണ്ടി നിൽക്കുന്ന ദേഷ്യം എന്നുള്ള കാര്യം. നാട്ടിൽ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മൾ പോകുന്ന വഴി കൂടെ പറയും അതായത് മനുവിൻ്റെ ഭാര്യ വരുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ പോവുക, അപ്പോഴും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുകയും മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ പോയൊരു കസേരയിലിരുന്നു, ആൾക്കാർ മുഴുവൻ എന്നെ ഇങ്ങനെ ഇരുത്തി നമ്മളെ ദഹിപ്പിക്കുകയല്ലേ, അതായിരുന്നു സംഭവം. ഞാൻ പറഞ്ഞു നമുക്ക് പോവാം, എനിക്ക് അടക്കുന്ന സ്ഥലത്ത് പോയി നമുക്ക് ഇരുന്നാൽ മതി, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. പോലീസുകാർ കൊണ്ട് എന്നോട് പറഞ്ഞു നീ ഇവൻ്റെ ആരാന്ന് ചോദിച്ചു. എനിക്കിവിടെ ഇരിക്കാനുള്ള അധികാരം കോർട്ടാണ് വന്നേക്കുന്നത്, എന്നെ ഇവിടെ നിന്ന് ആരും ഒന്നും ചെയ്യത്തില്ല. അവരത്രയും നമ്മോട് സഹകരിച്ചു. ലാസ്റ്റ് മനുഷ്യനെ എന്താ പറയണ്ടേ അടക്കാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അത്രയും നേരം നമ്മുടെ കൂടെ എനിക്ക് അതിനു മുമ്പ് വരെ മനുഷ്യനെ അടയ്ക്കാൻ മതിയെന്നേ ഉള്ളൂ. കാര്യം തണുത്ത് കുറച്ച് ഫ്രീസറിനെ തിരിക്കുക ചേട്ടായി.
പിന്നെ എൻ്റെ അത് പോയി. ഞാൻ ചേട്ടനെ ദയിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി കണ്ടു. ഞാൻ ഒരു ഉമ്മ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ജസ്റ്റ് ഒരു ഉമ്മ നെറ്റിയിൽ. അപ്പോൾ എൻ്റെ മനുഷ്യടൻ ഇങ്ങനെ നമ്മുടെ കരിങ്കല്ലില്ലേ, കരിങ്കല്ല് നമ്മൾ എങ്ങനെ തൊടും, ആ ഉമ്മ കൊടുക്കാൻ നമുക്ക് അറിയാം. ഞാൻ പിടിച്ചു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ശരിക്കും പറ്റിയില്ല. അതവസ്ഥ. അന്ന് ഞാൻ ഇവിടെ ഒരു 2-3 ദിവസത്തിന് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ, കാര്യം അത്ര ഹാപ്പിയായിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരാൾ ഒരു നിമിഷം ഇല്ലാതായി പോയി കഴിഞ്ഞപ്പോൾ അത് കല്ല് പോലായി. കുറേ ദിവസം എല്ലാവരും ഇട്ട് തട്ടി മനുഷ്യണ്ടാണ്. അതായത് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഞാൻ മോശമായിട്ട് പറയാൻ കേട്ടോ, നമുക്ക് ഒരു തെരുവ് നായ്ക്ക് പോലും ഇതിലും അധികം റെസ്പെക്റ്റ് ഉണ്ട്. ഞാൻ പറയട്ടെ, ഒരു അൺക്ലെയിംഡ് ബോഡിയായി മനുഷ്യരുടെ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ തരത്തി തന്നേനെ. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എല്ലാവരോടും അത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടെങ്കിൽ ചാവും. എനിക്കിഷ്ടമില്ല ഇവിടെ ജീവിക്കാൻ, സത്യമായിട്ട്. പിന്നെ കേരളത്തിലെ എല്ലാ ആൾക്കാരും അല്ല കേട്ടോ പറയണേ, ഞാൻ എല്ലാ ആൾക്കാരും പറയണമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിൽക്കുന്ന ഇത്രയും പേരുണ്ട്, നിങ്ങൾ എത്ര പേര് ഇക്കാര്യത്തിൽ അക്സെപ്റ്റ് ചെയ്യും? അക്സെപ്റ്റ് പല ആൾക്കാർ ചെയ്യുമെന്ന് പറയും, പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഈ കാര്യം. അതെനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ ജനിച്ചത് നമ്മുടെ തെറ്റാണോ? ആണോ? പറ. എൻ്റെ തെറ്റുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജനിച്ചത്, അല്ല മനുഷ്യരുടെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ ജനിച്ചത്? അല്ല. എന്തിനാ നമ്മളെ പഴിക്കുന്നെന്തിനാ? ഞാൻ ചോദിക്കട്ടെ, 36 രാജ്യങ്ങളിൽ ഈ മയിലെന്ന് പറഞ്ഞ സംഭവം അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ തെറി പറഞ്ഞു പോകുന്നതാ, എനിക്കറിയത്തില്ല, എൻ്റെ കൺട്രോൾ പോയിട്ടാ പറയണേ. അംഗീകരിച്ചിട്ടുള്ളതാ. എന്നിട്ട് ഇന്ത്യയിൽ മാത്രമേ ജനങ്ങളുള്ളൂ. ഞാൻ പറയട്ടെ, എൻ്റെ മനുഷ്യട്ടായി എന്നെ നിയമപരമായിട്ട് വിവാഹം കഴിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ മനുഷ്യട്ടനെ ഒന്നുമില്ലെങ്കിൽ പോലും എനിക്ക് സന്തോഷമായിട്ട് ദയിപ്പിക്കായിരുന്നു. ചാരെങ്കിലും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. സന്തോഷമായിട്ട് കൊണ്ടുപോകാം. എവിടെയാണ് കൊണ്ട് ഒഴുക്കേണ്ടത് എനിക്കറിയാം. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, എനിക്കറിയില്ല അങ്ങനെ സംഭവം. പക്ഷെ ആരോട് ചോദിച്ചിട്ടാലും എനിക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തേനായിരുന്നു. ഇതിപ്പോൾ നമുക്കൊന്നും പറ്റില്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആരോ ഇവിടെ ജീവൻ എപ്പോഴെങ്കിലും ടെറസിൽ കയറി നോക്കിയിരുന്നോ? എന്തായിരിക്കും എൻ്റെ ഇച്ഛയ്ക്ക് അന്ന് സംഭവിച്ചതെന്ന്? മരിച്ച് അടക്കിയതിന് അന്നാണ് വരുന്നത്. മണ്ടച്ച് നോക്കിയപ്പോൾ കാര്യം അപ്പം തന്നെ ഓൾറെഡി മറ്റേ പോലീസുകാർ വന്നു, മറ്റേ ഇൻക്വസ്റ്റ് നടപടിയൊക്കെ എടുത്തു. പിന്നെ ഈ ഫോറൻസിക്കുകാർ വന്നു. അവരെല്ലാം വന്നിട്ടെല്ലാം എന്തൊക്കെയുള്ള സംഭവങ്ങളെല്ലാം പിന്നെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളിൽ വന്നിട്ട് എടുത്തു. എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് അവർ പോയത്. അവർ പോയി. ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ മണ്ടയിൽ കയറി നോക്കിയപ്പോഴത്തേനും മനുഷ്യരുടെ ചെരുപ്പ് അപ്പാർട്ട്മെൻറ്റ് ടോപ്പിൽ ഇങ്ങനെ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരുടെ ഒരാളുടെ കാൽപ്പാതേ ഉള്ളൂ. മനുഷ്യരുടെ തന്നെ ആയിരിക്കും, അല്ല പിന്നെ ഇറങ്ങി നടന്ന ആളല്ലോ. അപ്പോൾ അവിടെ ഓൾറെഡി കഴുകി, മീൻസ് ടാങ്ക് എപ്പോഴും കഴുകുമ്പോൾ തന്നെ ഫുള്ളിങ്ങനെ ചെളിയും സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മനുഷ്യരുടെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നേക്കുന്ന കറക്റ്റ് കാൽപ്പാടുണ്ട്. ഒരാളുടെ കാൽപ്പാട് മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ, എൻ്റെ ഇതേ എനിക്ക് പറയാനുള്ളൂ. ചിലപ്പോൾ ആ ചെളി തെറ്റി വീണതായിരിക്കാം, അറിയില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പലപ്പോഴും അവിടെ പോയി ഇരിക്കാറുണ്ട്. കാര്യം ഇങ്ങനെ അവിടെ നമുക്കൊരു ടാങ്ക് വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താ ഇങ്ങനെ കയറി, അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാം. ഞാൻ അവിടെ പോയി, എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കും. ഇപ്പോഴും ആ വീട്ടിൽ തന്നെയായിരുന്നു? അവിടെ നിന്ന് ഇറങ്ങിയോ? ഇല്ല, അവിടെ തന്നെ. അപ്പോൾ ആ വീഡിയോയിൽ ഇറങ്ങുന്നത് ഞാൻ അതിനുശേഷം വീണ്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ അവിടെ നിന്ന് പോകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം വെച്ചാൽ അത്രയും ഇമോഷണലായിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ എൻ്റെ അമ്മ കണ്ടിട്ട് അമ്മ ഓണറിനെ വിളിക്കും. ഓണറിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർ ഓക്കെ കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. കാര്യം ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് പോയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ തകർന്നു പോകുമായിരുന്നു. കാര്യം വെച്ചാൽ എന്നെക്കൊണ്ട് പിന്നെ ഒന്നിനും കഴിവില്ല. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ആൾ കഴിയുമ്പോൾ എന്നെ വല്ല എവിടെയെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ ജെയിമിനുണ്ടെന്നുള്ള കാര്യം അറിയുള്ളായിരുന്നു. ഉറപ്പാണ്. അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. കാര്യം എനിക്കിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ചേട്ടായുടെ ഓർമ്മയുണ്ട്. എനിക്ക് ചേട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ചേട്ടായുടെ അടുത്ത് ഇരിക്കും. താഴെ ഞാൻ എപ്പോൾ എവിടെ പോകണമെങ്കിലും ഞാൻ ചേട്ടയോട് പോയി പറഞ്ഞിട്ടേ ഓടും. ഞാൻ ലാസ്റ്റ് കാണുന്നത് ചേട്ടാ ഇങ്ങനെ ഇവിടെ വീണിട്ട് ഇങ്ങനെ താങ്ങി പിടിച്ച് കിടക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. ഞാൻ എപ്പോൾ ആയാലും ഞാൻ അവിടെ വേറെ വണ്ടി കയറ്റി വെച്ചേക്കുവാണെങ്കിൽ ഞാൻ വണ്ടി കുറച്ചും കൂടെ കയറ്റി വെച്ചേക്കും. കാര്യം എനിക്ക് അത്രയും ഒരു പ്രീഷ്യസ് ആണ് ആ പ്ലേസ്. കാര്യം അത് ഞാൻ പറയട്ടെ, ഞങ്ങളൊരു 8ാമത്തെ വർഷം ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. അപ്പോൾ 8 വർഷമായിട്ട് ഞങ്ങളുടെ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ ഓർമ്മകളും അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ വിട്ടിട്ട് എനിക്ക് വേറൊരു സ്ഥലവും ഇല്ല. സത്യം പറയാമല്ലോ, എനിക്ക് എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അപ്പാർട്ട്മെൻറ്റ് മേടിച്ചേനായിരുന്നു. കാര്യം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. ഒരു കുടുംബം എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളവിടെ ജീവിച്ചത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ 2023 ജനുവരിയിൽ നിങ്ങളുടെ ഒരു ജീവിതം തുടങ്ങിയെന്ന് പറയുന്നത് അതുക്കും മുന്നേ ആയിരുന്നു. അതായത്
ഒരു 7 വർഷം മുന്നേ നിങ്ങൾ പ്രണയിച്ചിരുന്നു. ഈ അവസരത്തിൽ പ്രണയം കൂടെ ഒന്ന് പറഞ്ഞു പോക്കോ? എനിക്ക് പ്രണയത്തെക്കാളും കൂടെ എനിക്ക് മനുഷ്യരോട് പ്രണയമല്ലായിരുന്നു. എനിക്ക് മനുഷ്യരോട് ഞാൻ പറയാം, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ ചേട്ടൻ, എനിക്കൊരു ചേട്ടൻ, അങ്ങനെ ആരുമില്ല. അപ്പം എനിക്ക് ഇവരെല്ലാം തരം സ്നേഹം എൻ്റെ മനുഷ്യട്ട തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മനുഷ്യട്ടനെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാം, ഞാൻ മനുഷ്യട്ട ഒരിക്കലും ഒരു ഗേ ആണെന്നുള്ളവരെ എനിക്കറിയില്ല. ഞാൻ ഒരു ഗേ ആണെന്നുള്ളവരെ മനുഷ്യട്ടയ്ക്ക് അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് പരിചയപ്പെട്ടത്? സോഷ്യൽ മീഡിയ വഴി, ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെടുന്നത്. ഞാനാണ് മീൻസ് മെസ്സേജ് അയക്കണായവൻ. എല്ലാവർക്കും കുറേ പേർക്കറിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അടുത്ത. അപ്പോൾ പറയുമ്പോൾ ഒന്നുകൂടെ മനുവിനെയും കൂടെ നമ്മുടെ ഇന്റർവ്യൂവിലേക്ക് വരാമല്ലോ. എല്ലാ പ്രാവശ്യം ഇവിടെ ഉണ്ട് പുള്ളി, അതെനിക്കറിയാം. കാര്യം വെച്ചാൽ പുള്ളി ഉള്ളപ്പോൾ എനിക്കറിയാം. അതുകൊണ്ടല്ലേ നമുക്കറിയാൻ സംഭവം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം ഞങ്ങളങ്ങനെ ഞാൻ മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 1.5 വർഷം ഞങ്ങൾ മെസ്സേജിലൂടെ മാത്രം, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. എനിക്ക് ആ സമയത്തുണ്ടായിരുന്ന X2 എന്ന് പറഞ്ഞൊരു ഫോണാണ് ഉള്ളത്. അല്ല നമുക്ക് വീഡിയോ കോൾ അങ്ങനത്തെ കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ കുറേ നാൾക്ക് ശേഷം പിന്നെ ഞാൻ ചേട്ടായിട്ട് കാണുന്നു. എന്താ പറയുക, കണ്ട് ഞാൻ ആയമ കയറി കയ്യിൽ പിടിച്ച് പിന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തന്ന് കല്യാണം വരെ എത്തി. അത് മതി, എനിക്ക് പറയാൻ പറ്റണില്ല. ഞാൻ റീക്രിയേറ്റ് ചെയ്തതോ ഒന്നുമല്ല. നമ്മൾ നല്ല ഗോൾഡൻ മെമ്മറീസ് ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ. ഞാൻ പറയാം, ഈ ഓരോ ദിവസവും ഈ ഫോണിൻ്റെ അകത്ത് ഇങ്ങനെ അറിയാലോ നമുക്കിങ്ങനെ ഇതിൻ്റെ ഈ സംഭവങ്ങളെല്ലാം ഓരോ ദിവസം ഇങ്ങനെ വരും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വയസ്സിൽ വരും. അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ മനുഷ്യരുടെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എനിക്ക് ചിലപ്പോൾ ഞാൻ ദൈവം നാളെ എന്നെ കൊണ്ട് ഓർപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്ന് കിടക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതാ കാണുന്നത്. ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. രാവിലെ ഞാൻ പറയട്ടെ, ഒരു ഫുഡ് എടുത്ത് വെക്കുമ്പോൾ ഒരു മനുഷ്യരുടെ എനിക്ക് ഓർമ്മ വരുന്നത്. മനുഷ്യരുടെ കഴിച്ചോ എന്നെ എടുക്കുമായിരിക്കും എന്നൊക്കെ ഉള്ള ലെവലേക്ക് ചിന്ത വരും. അറിയോ, ഇതൊരു കരച്ചിലായി പോയി, എനിക്കറിയില്ല. ഞാൻ എനിക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ജീവിച്ചിട്ടില്ല ഇതുവരെ. എന്നെ വേണമെങ്കിലും മനുഷ്യട്ടൊക്കെ വേണ്ടിയാണ്. എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, സത്യമായിട്ടും. അതെന്നെ അറിയാം, ആൾക്കാർക്കറിയാം, ആ അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കറിയാം. മനുഷ്യട്ട എന്ത് പറഞ്ഞാലും മനുഷ്യട്ടയ്ക്ക് വേണ്ടി ചെയ്യാം. അങ്ങനെ നോക്കിയേക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞേ, ഞാൻ നല്ലൊരു ഡ്രസ്സ്, സത്യം പറഞ്ഞാൽ ഞാൻ നല്ല വില കൊടുത്തുള്ള ഡ്രസ്സ് ഇട്ടേക്കുന്നത് ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്ക് കിട്ടുന്ന ക്യാഷില്ലേ ഞാൻ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കും. കാര്യം നാളത്തേനൊന്നും ചെയ്യണ്ടേ, നാളെ രാവിലെ ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരും നമുക്ക് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അങ്ങനെ ഞാൻ ജീവിച്ചുള്ളൂ. ഇപ്പോൾ എനിക്ക് ഞാനൊരു 200 ഷർട്ട് എടുത്താലും മനുഷ്യട്ടയ്ക്ക് ഞാൻ 600 ഷർട്ട് എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ എല്ലാവരുടെ കാര്യം നോക്കി പൊക്കോണ്ടിരുന്നത്. ഞാൻ ഒരാൾക്കും എനിക്ക് മനുഷ്യട എന്ന് പറഞ്ഞാൽ അത്രയും എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെന്ന് വെച്ചാൽ എൻ്റെ മനുഷ്യടനെ. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അപ്പനായാലും അമ്മയായാലും. കാര്യം അത് അമ്മേനെ ഇഷ്ടമല്ലതല്ല കേട്ടോ പറഞ്ഞു. ഇപ്പം എല്ലാവരും ഇതിൻ്റെ അടി കമൻ്റ് ആയിരിക്കും പറയുന്നത് എൻ്റെ അമ്മേനെ അപ്പനെ ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ ഒരു വിഷമം അവർക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിപ്പിച്ചിട്ടില്ല. എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ പറഞ്ഞ എൻ്റെ മനുഷ്യട്ടോട് മാത്രം. അതെന്നെങ്കിലും ചേർത്ത് കൂട്ടി പിടിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങനെ വിട്ട് കളഞ്ഞിട്ടില്ല. ഇപ്പം ആൾക്കാർ ഓരോരുത്തർ മെസ്സേജ് അയക്കുന്നതൊക്കെ മനു ഒരു ഗേ അല്ലായിരുന്നു. ഞാനൊരു ജെബിനൊരു കുണ്ടനായതുകൊണ്ട് മനുവിനെ ഞാൻ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിച്ചതാണ്. അങ്ങനെയാണ് മനുവിനെ ഞാൻ ആക്കിയിട്ടാണ് മനു ഇങ്ങനെ മരിച്ചത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഏകദേശം ഒരു 30 ഇൻ്റർവ്യൂ എങ്കിലും മിക്ക ചാനലിനും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ മനുഷ്യരുടെ സ്വത്തം തുറന്ന് പറയാതിരുന്നിട്ടുണ്ടോ? ഞാൻ മനുഷ്യനെ പിടിച്ചു മേടിച്ചാന്ന് പറഞ്ഞിട്ടുണ്ടോ? ആദ്യമായിട്ടും ഇഷ്ടമാരെ എന്നോട് പറയണേ, മനുഷ്യട്ടായി പറയണേ. ഇതൊന്നും ഞാനല്ല പറഞ്ഞത്, എന്നെ മനുഷ്യട്ടായി ഞാൻ പറഞ്ഞു, മനുഷ്യട്ടായി നിനക്ക് കല്യാണം കഴിച്ച് പോകണമെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ എന്നാണെന്നറിയോ, എനിക്ക് പറ്റത്തില്ലടാന്ന് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ജീവിതം ഞങ്ങൾ ആരും നശിപ്പിച്ചിട്ടില്ല ഇതുവരെ. എന്നിട്ട് നമ്മൾ കേൾക്കുന്ന ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ മുഴുവൻ. ഇനി എനിക്ക് ഞാൻ പറയാം, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പോരാടുമെന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് വേണ്ടി എൻ്റെ മനുഷ്യടയ്ക്ക് വേണ്ടി പോരാടും എനിക്ക്. കാര്യം ഒത്തിരി പേര് കമ്മ്യൂണിറ്റിയിലെ എല്ലാ ആൾക്കാരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കും ഈക്വാലിറ്റി കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല, കിട്ടുന്നില്ല. ഒരു പ്രത്യേക ആൾക്കാർക്ക് മാത്രം അവിടെ പരിഗണനയുള്ളൂ, വേറെ ആൾക്കാർക്ക് ആർക്കും പരിഗണനയില്ല. ആ ഒരു സൊസൈറ്റി കൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഇത്രയും ആൾക്കാരുണ്ടായിട്ടും കൂടെ തന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഈ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ. വളരെ വിരലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ, വേറെ ആൾക്കാർ ആരും ഇല്ലായിരുന്നു.
എന്തുകൊണ്ടാണ് മരണത്തിന് ശേഷം ബോഡി വിട്ട് കിട്ടാനുള്ള ഒരു തടസ്സം ഉണ്ടായത്? ഇന്ത്യയിലെ നിയമം അതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുകൂലമായൊരു നിയമമില്ലാത്തതാണ്. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യൂ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജെബിനെ നിലനിർത്തിയത് തന്നെ ഈ ഒരു എണ്ണത്തിന് വേണ്ടിയിട്ടാവാം. ജെബിനൊരു ലക്ഷ്യമില്ല എന്നൊന്നും വിചാരിക്കേണ്ട. മനു കൂടെയുണ്ട്, പോരാടി തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ആത്മഹത്യയുടെ കാര്യം, ഈ ട്രാൻസ്ജെൻഡറിനിടയിൽ. അതെങ്ങനെ ഇപ്പം ജെബിന് ഇപ്പം എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുക? ഞാൻ പറയട്ടെ, നമ്മളൊന്നാകെ തകർന്നിരിക്കുന്നൊരവസ്ഥ. ഈ എന്താ പറയണ്ടേ, കത്തിയെടുത്ത് വീണ്ടും കുത്തിക്കാട്ടും നല്ലത് നമ്മൾ വല്ല ഓട്ടോമാറ്റിക് ചത്തു പോകുന്ന നല്ലത്. കിഷോറേട്ടൻ മരിച്ചത് അറിഞ്ഞിരുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞു. അതെന്തോ ആത്മഹത്യാന്നുള്ള കാര്യം. അപ്പോൾ ഒരാൾക്ക് തൂങ്ങി മരിച്ചാന്നോ എനിക്കറിയില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നേക്കാം, ഒരുത്തനെ കെട്ടി തൂക്കിക്കോ, ഒരുത്തൻ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ ചാടി. ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ എന്താണെന്നുള്ള കാര്യം അറിയണമെന്നുള്ള കാര്യം. കിഷോറേട്ടൻ ഭയങ്കരമായിട്ട് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എനിക്ക് സത്യം പറയാം, എനിക്ക് കുറേ ആൾക്കാരെ അറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു പോസ്റ്റ് മറ്റേ നമ്മുടെ ശീതൾ ചേച്ചി ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആരാണ്. പിന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളൊരു കാര്യം. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയില്ലായിരുന്നു. അപ്പം എനിക്കിപ്പോൾ മനസ്സിലായി കുറേ പേരിങ്ങനെ ചെയ്യുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചു. ഞാൻ പറയാം, എൻ്റെ മനുഷ്യരുടെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് മരിച്ച ഒരാളല്ല. കാര്യം മനുഷ്യരുടെ ഒരിക്കലും ഒരു അത് ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്ത് വന്നാലും ശരി. കാര്യം അങ്ങനെ മനുഷ്യരുടെയൊക്കെ എന്തെങ്കിലും പേഴ്സണലി പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് പറയും. കാര്യം ഇത്രയും വർഷമായിട്ട് എനിക്കറിയാം. കാര്യം എൻ്റെ മനുഷ്യരുടെക്ക് ഒരു മുഖം മാടിയിരുന്നാൽ പോലും ഞാൻ ചൂഴ്ന്ന് കണ്ടുപിടിക്കും. എന്നെ ഏട്ടാ എന്ന് പറഞ്ഞ് പോകുന്ന ഒരാളാണ്. പിന്നെ എനിക്കറിയില്ല മനുഷ്യൻ്റെ മനസ്സാണ്, ഏത് നിമിഷം മാറും എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് പറയുന്നത് ഈ 2 വെള്ളത്തിൽ കാല് വെച്ചുകൊണ്ടിരിക്കാതെന്ന്. എനിക്കറിയാവുന്ന അന്ന് ഞാൻ ഒരു 8:45 വരെ കണ്ടുകൊണ്ടിരുന്ന മനുഷ്യട്ടായി ആണെങ്കിൽ മനുഷ്യരുടെ ഒരിക്കലും ചെയ്യത്തില്ല, ഉറപ്പാണ്. പൊതുസമൂഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും മാനസിക പ്രശ്നം. കാര്യം നമ്മളെ ഈ സൊസൈറ്റി വല്ലാതെ അടിച്ചമർത്തപ്പെട്ടി നമ്മൾ എന്താണ് ഏറ്റവും താഴെ ആക്കിയിട്ട് നമ്മളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അതാണ് നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. കാര്യം നമ്മൾ മനുഷ്യരല്ലല്ലോ, നമ്മൾ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നവരല്ല. നമ്മൾ ഭൂമിയിൽ പൊട്ടിമുളച്ച് വന്നേക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടണില്ല. അത് സ്വത്തം തുറന്നു പറഞ്ഞുകൊണ്ടാണെന്നാണ്. അതെ, കാര്യം ഞാനും മനുഷ്യരുടെയും കൂടെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഒളിപ്പിച്ച് ജീവിക്കുവാണെങ്കിലും അവർ ഞങ്ങളുടെ 2 പേരും വീട്ടുകാർ പറഞ്ഞു ഒളിപ്പിച്ച് ജീവിച്ചാൽ മതിയായിരുന്നുള്ള കാര്യം. അങ്ങനെ ഒളിപ്പിച്ച് ജീവിക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കൂട്ടുകാരൻ എന്ന നിലയിൽ മനുഷ്യൻ്റെ അടുത്ത് പോകുമായിരുന്നു. മനുഷ്യൻ്റെ അടുത്ത് പോയി മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളും കൂടിയിട്ട് എനിക്ക് തിരിച്ചു വരാമായിരുന്നു. ഒരു പൊട്ടനെ പോലും ഞാൻ വാപ്പത്തി മിണ്ടാതിരിക്കണമായിരുന്നു. അങ്ങനെയാണ് ഉറപ്പായിട്ടും നടന്നേനെ. ഇതല്ല അല്ല, ഞാൻ എന്താ പറയണത് എനിക്കറിയത്തില്ല. മനുവും ജെബിനും എന്തായിരുന്നു ജോലി ചെയ്തോണ്ട്? ഞാൻ സിവിൽ എഞ്ചിനീയറായിരുന്നു. മനുഷ്യയുടെ വെബ് ഡിസൈനറായിരുന്നു. പക്ഷെ മനുഷ്യയുടെ ജോബ് അത്രയും വലിയ ഈ കോവിഡിന്റെ സമയമായപ്പോൾ തന്നെ എല്ലാം നമ്മളെ അല്ലാതായിപ്പോയി. പിന്നെ അപ്പാർട്ട്മെന്റ് കെയർ ടേക്കറായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ചെയ്യാത്ത ജോബൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വല്ല ജോലിക്ക് പോകുന്നുണ്ടോ ജെബി? ഇല്ല, പോകുന്നില്ല. ജിബിന്റെ പെയിൻ കാണുമ്പോൾ വേദനിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതായത് അത് നമ്മളുടെ ബന്ധുക്കാരാവണമെന്നില്ല, നമ്മൾ അറിയണം എന്നാവണമെന്നില്ല. ഒരു മനുഷ്യന് പറ്റുന്നതിൽ ഞാൻ പറയാം, ബന്ധുക്കാരോ സ്വന്തക്കാരോ ഒന്നുമല്ല, അവരൊന്നും ഒന്നുമില്ല. അവരെക്കാട്ടും നല്ല വെറുതെ വെളിയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ കണ്ടിരുന്നു ഒരു കയ്യിൽ കൊന്ത, ഒരു കയ്യിൽ ഇല്ല. ഇത് രണ്ടും കൊന്ത തന്നെ. എന്നാന്നറിയോ, ഇത് മനുഷ്യേട്ടൻ്റെ കഴുത്തേ കിടന്ന ഞങ്ങൾ 2 പേരും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തേക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് എൻ്റെയാണ്, ഇത് മനുഷ്യൻ്റെ ആണ്. മനുഷ്യയുടെ ലാസ്റ്റ് നമുക്ക് ബോഡി ഇത് ചെയ്യുമല്ലോ. അപ്പോൾ അവിടുന്ന് പോലീസ് ആ ഒരു അങ്കിള്, എനിക്കത് ഇപ്പോഴും പോലീസ് അങ്കിൾ എനിക്ക് എത്ര റെസ്പെക്റ്റോട് വിട്ടിട്ടാണ് പറഞ്ഞു കേട്ടോ. നിങ്ങൾ അവരെല്ലാവരും നോക്കി നിൽക്കെ ഇത് അവൻ്റെ കഴുത്തേ കിടന്ന ലാസ്റ്റിൽ അത് ഇവനേ ഉള്ളൂ അർഹതയെന്ന് പറഞ്ഞിട്ട് അല്ല, മീൻസ് ഇൻക്വസ്റ്റ് നടപടി നടക്കുന്ന സമയത്ത് എനിക്കെടുത്ത് കൈ തന്നത് അവർ. കാര്യം അതിലൊരാൾക്കെങ്കിലും മനസ്സിലായി യഥാർത്ഥം എന്ന കാര്യം. അത്രയും പേര് മനുഷ്യൻ്റെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ദിവസങ്ങളെല്ലാം കാര്യം അന്നത്തെ ദിവസം മീൻസ് ആംബുലൻസിൽ കൊണ്ടുവന്നോട്ട് മനുഷ്യരുടെ മോർച്ചറിയിൽ നിന്ന് ഇറക്കി ഇൻക്വസ്റ്റ് എന്ന് പറയുന്ന നടപടിയുണ്ട്. അതെനിക്കറിയില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. മനുഷ്യട്ടനെ ഈ നമ്മൾ ജനിച്ചു പടി കിടക്കില്ലേ, അങ്ങനെ കിടന്നിട്ട് മനുഷ്യട്ടയുടെ ഇങ്ങനെ ഓരോ കൈയും കാലും ഒക്കെ ഇങ്ങനെ വലിച്ചൊടിച്ചിങ്ങനെ എടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ഒരു സംഭവമൊക്കെ. അതൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പൊട്ടിക്കരയുക ചെയ്യണേ. അവിടെ നിന്ന് ആൾക്കാർക്ക് ചിലപ്പോൾ ഫീലിങ്സ് ഉണ്ടായിട്ടായിരിക്കും. അവരുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെല്ലാം മനു മണ്ടേന്ന് കഴിഞ്ഞിട്ട് മനുവിൻ്റെ ബോഡിക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ,
ഒടിവോ ചെലവോ ഒന്നുമില്ലല്ലോ, പിന്നെ തലയിൽ കൂടെ ബ്ലീഡിങ് ഒന്നും വരുന്നില്ല എന്നൊക്കെ ഉള്ള ആൾക്കാരെല്ലാം അവിടെ നിന്ന് ആൾക്കാരെല്ലാം ചുറ്റും നോക്കുക. ഒരു ആ കിടക്കുന്ന സ്വന്തം കൂടപ്പുറപ്പാണെന്നോ അല്ലെങ്കിൽ ആ കിടക്കുന്ന ഒരാളാണെന്നുള്ളൊരു കാര്യം ആർക്കും ഇല്ല. എല്ലാവരും ഒരു ഒക്കേ മട്ടിലായിരുന്നു. എനിക്കൊന്ന് മനുഷ്യട്ടായി മരിച്ച് കാണുമെന്നൊക്കെ എനിക്ക് തോന്നുന്നു അവർ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പേഴ്സണലി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വർഷത്തിൽ കൂടുതൽ ഞങ്ങളെ താമസിപ്പിക്കത്തില്ല എന്നുള്ള കാര്യം, ജീവിപ്പിക്കത്തില്ല എന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മച്ചാൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരാൾ. അത് അവർക്കൊന്നും വരുത്തായിരിക്കട്ടെ, അത്രേ ഉള്ളൂ. എനിക്കത് അത് ഇവർക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഈ പിരിപ്പിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനായിട്ടാ? ഇനി ഓക്കെ, ഞാൻ അപ്പം ചിലപ്പോൾ എന്നോട് പറയും കൂടാത്തത്തിൽ അതിനൊന്നും ഒരു കാര്യമില്ലെന്ന് പറയും. വേണ്ട, ഒരു കാര്യവും വേണ്ട. എൻ്റെ ചേട്ടായി എൻ്റെ കൂടെ ആയിരുന്ന നിമിഷം വരെ ഞങ്ങൾ ഹാപ്പിയായിരുന്നു. ഞങ്ങൾക്കത് മതി. കാര്യം ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. ഫുഡ് കഴിക്കാതിരിക്കുകയാണേലും ഞാൻ ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു മനുഷ്യടേക്ക് ഫുഡ് കൊടുത്തേക്കണമെന്ന് പറയും. അതിനുശേഷം പിന്നെ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വലിയ ക്യൂൺ സൈസ് ബെഡാണ്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു തലയട വെക്കും. പിന്നെ ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ മനുഷ്യടെ എന്നോട് കിടക്കണമെന്ന് എനിക്കറിയാം. ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിന് എങ്കിൽ പിന്നെ താങ്കൾക്ക് കേസ് കൊടുത്തുകൂടെ? ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ അവരുടെ പേരിൽ ഏകദേശം ഒരു 13 പേരുണ്ട്. കാര്യം ഉറപ്പായിട്ടും സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ സംഭവം ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് കേസ് കൊടുക്കും. ഞാൻ 100% കേസ്. കാര്യം ഞാനാണ് മനുഷ്യേട്ടനെ കൊന്നെന്നുള്ള ലെവലിലാണ് പല ആൾക്കാരും മെസ്സേജ് ഒറിജിനൽ ഐ ഡി ഇട്ടിട്ടുണ്ട്. ഫേക്ക് ഐ ഡിന്ന് കുറേ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരിട്ടുണ്ട്. അതെനിക്ക് ഇല്ല, പക്ഷേ എങ്കിലും അതും കണ്ടുപിടിക്കാനുള്ള സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മിണ്ടാതിരിക്കുകയല്ല. എനിക്ക് മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എനിക്കിപ്പോൾ എൻ്റെ കാര്യം ഇനി നേരെ പോകും. കാര്യം എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ ഇനിയിപ്പോൾ നാളെ മരിച്ചാലോ ഇന്ന് മരിച്ചാലോ ഞാൻ ഓക്കെയാണ്. എനിക്കതിനൊരു സംഭവമില്ല. എനിക്കിപ്പോൾ താഴെ ഭൂമി മണ്ഡല ആകാശം അത്രേ ഉള്ളൂ. എനിക്കിനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത്രയും പേർക്ക് വരെ കേസ് കൊടുക്കും. കേസ് കൊടുക്കുകയും ചെയ്യും. ഇനി അമ്മാരെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒന്ന് മാപ്പ് പറയണം. ഞാൻ ചോദിക്കട്ടെ, ഞാനാണ് കൊന്നതെന്നെങ്കിൽ ഇപ്പോൾ ഓൾറെഡി എന്നെ അകത്തിടേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് നോളജായിട്ട് ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അത് ചിന്തിക്കാനുള്ളൊരു കഴിവ് വേണം. ഓക്കെ, ഇനിയില്ല, ഇനി മുമ്പോട്ടുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ വരട്ടെ. വരുമ്പോൾ ആയാലും എന്നാലും കേസ് ഞാൻ സ്വന്തമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അറിയോ, ഈ പോലീസ് സ്റ്റേഷനിൽ ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് പോകണം. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും പറയണത് എന്നാണെന്നറിയോ, അതായത് എനിക്ക് യാതൊരു വോയിസും ഇല്ല. നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഓക്കെ, റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നിനക്ക് ഓട്ടോപ്സി റിപ്പോർട്ട് നിനക്ക് തരും എന്നുള്ളതല്ല, നിനക്ക് വേറൊരു കാര്യമില്ല. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ എന്നോട് ചോദിക്കുക എന്നാണെന്നറിയോ, അവിടുത്തെ പോലീസുകാർ, മനുവിൻ്റെ വീട്ടുകാർക്കല്ലേ ബോഡി വിട്ടു കൊടുത്തേ, അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ ആലോചിക്കാം, ഞാനപ്പോൾ എന്തിനാ ഞാൻ പറയുന്ന അവരോട് പോകാനാ പറയുന്നത്. ഒരാൾക്കാർക്കെങ്കിലും അവരുടെ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയണ്ടേ, അവർക്കൊരു ഇതില്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവർക്കിതെല്ലാം ഒരു സംഭവമുള്ളൂ. മനു മരിച്ചു കാണുമെന്നായിരുന്നാണ് ചിലപ്പോൾ അവരുടെ കാര്യം. അവർക്കൊരു നാണക്കേട് ഉണ്ടാകണ്ട. ഇതേ സെയിം അവസ്ഥ തന്നെ എൻ്റെ വീട്ടിലും. ഞാൻ മരിച്ചു കാണുമെന്ന് തന്നെ ആയിരിക്കും പേഴ്സണലായിട്ട് അവർക്കെല്ലാം. എൻ്റെ അമ്മയ്ക്ക് ഒഴിച്ച് എനിക്കറിയില്ല, അമ്മയുടെ കാര്യം എനിക്കറിയില്ല. ബാക്കി ഇവനെല്ലാവർക്കും ഞാൻ മരിച്ചു കാണുമെന്ന് തന്നെ ആഗ്രഹം. കാര്യം ഇതുപോലുള്ള വൃത്തികെട്ട മനുഷ്യന്മാർ ഈ ലോകത്ത് പാടില്ല. ജിബിൻ മനുവിന് വേണ്ടി ഒരു പോരാടിയാൽ ഒരു പക്ഷേ ഒരുപാട് പേർക്കെങ്കിലും ഇതൊരു നല്ല രീതിയിൽ ഒരു കണ്ണു തുറക്കാനുള്ള ഒരു കാര്യമാവും. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 13 പേർക്കെതിരെ ഞാൻ ഉറപ്പായിട്ടും കേസ് കൊടുക്കും. പിന്നെ ഇനി വേറൊരു കാര്യം കൂടെ എനിക്ക് ചെയ്യാനുണ്ട്. കാര്യം ഞങ്ങൾക്ക് ഈ നമ്മുടെ പത്മചേച്ചി കാരണം അന്നൊരു ചെറിയൊരു സംഭവം അവിടെ നമുക്ക് കോർട്ടിലൂടെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാർക്ക്, തൻ്റെ മീൻസ് പാർട്ട്ണറായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വീട്ടുകാർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഈ ഒരു ബോഡി നമുക്ക് പങ്കാളിക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു സംഭവം ഇങ്ങനെ ഓട്ടോമാറ്റിക് എന്നൊരു ടോക്കിങ്ങിലുണ്ടായിരുന്നു. അത് വലിയൊരു മാറ്റമാണ്. ചിലപ്പോൾ മനുഷ്യട്ടായി മരിച്ചത് കൊണ്ട് മാത്രമാണ് അതുണ്ടായത്, ഇല്ല ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അപ്പം അതിനുവേണ്ടി ഇനി മുമ്പോട്ട് കുറേ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതിനൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിക്കാൻ വന്നത് അത് തന്നെയായിരുന്നു. നിങ്ങൾ ആ ടൈമത്ത് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ബില്ലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫണ്ട് റേസ് ചെയ്തിരുന്നു. ആ ഫണ്ട് പിന്നെ നിങ്ങൾ തന്നെയാണോ ബില്ലടച്ചത്? ഫണ്ട് ഉണ്ടാക്കി ഫണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കോടതിയിൽ കേസായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ടോട്ടലി പ്രശ്നമായിരുന്നു. മെഡിസിനെ കുറിച്ച് നമ്മൾ തെറ്റായിട്ട് പറയല്ലോ കേട്ടോ. കാരണം നമ്മൾ എല്ലാ രീതിയിലും നല്ലപോലെ സഹകരിച്ചെടുത്തു. ലാസ്റ്റ് ഈ എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആരും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്കൊരിതായി. അവിടെ നിൽക്കുന്ന ഞാനും ഞങ്ങളുടെ 2 കൂട്ടാൻ, അല്ലാതെ വേറെ ആരും ഇല്ല. അപ്പോൾ ഇവർക്ക് ടോട്ടലി പ്രശ്നം. അങ്ങനെ മെഡിസിറ്റിയിൽ നിന്ന് ഓൾറെഡി ഞങ്ങൾ ഫണ്ട് കളക്ട് ചെയ്തായിരുന്നു. ഒരു ദിവസം എടുത്തു. അന്ന്
രാവിലെ തലേദിവസം നൈറ്റ് ഇടുന്നു, പിറ്റേ ദിവസം ഈവനിങ് ആയപ്പോൾ തന്നെ ഫണ്ട് ഫുള്ള് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന് ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞു, പക്ഷേ എങ്കിലും ഈ ഒരു ഇത് ഒത്തിരി ആൾക്കാർ കാണും. അപ്പോൾ ഞാൻ അവരോട് നന്ദി പറയുന്നു, മനുഷ്യേട്ടാക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതിനുശേഷം ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കോടതി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ക്യാഷ് വേണ്ട എന്നുള്ള ലെവലിൽ അവർ പറഞ്ഞു. കാര്യം അത് എനിക്ക് തോന്നുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ക്യാഷ് കൊടുക്കണമെന്നു. ഇവര് അങ്ങനെ ഒരു കളി കളിച്ചായിരുന്നു. കാര്യം നമുക്കറിയാലോ, പൊതുസമൂഹത്തിന് കാണിക്കാൻ വേണ്ടി ഇവരിങ്ങനെ കാണിച്ചു, പക്ഷെ അല്ലാതെ വേറെ ലെവലിലും. കാരണം നമ്മളെ അന്നത്തെ ദിവസം അനുഭവിച്ചവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ. ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ വെറുതെ ഒന്നും അറിയത്തില്ല അവർക്ക്. അന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാർ ഞങ്ങളാണ്. പൊതുസമൂഹം ചുമ്മാ വന്നിട്ട് കുറേ ഡയലോഗ്. പിന്നെ കുറേ പേര് വന്നിട്ട് ചോദിച്ചു, മനു എങ്ങനെയാണ് മരിച്ചത്, മനു എങ്ങനെയാണ് മരിക്കുന്നത്, ഒന്ന് പറയോ. മനുഷ്യരുടെ മരിക്കുന്ന ആസ്ട്രോ മെഡിസിറ്റി കിടന്നാണ് മരിക്കുന്നത്, മനുഷ്യരുടെ മുകളിൽ നിന്ന് താഴെ വീണിട്ടാണ് മരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാ ന്യൂസിലും വന്നു. ഞാൻ ഇനിയും ഇതിലും കൂടുതൽ എങ്ങനെ വിശദീകരിച്ച് ഞാൻ പറയണ്ടേ? അപ്പോൾ എല്ലാവർക്കും അറിയണം, ഞാൻ മനുവിനെ തള്ളിയിട്ട് കൊന്നു. അതെ, ഞാൻ തള്ളിയിട്ട് കൊന്നത് തന്നെയാണ്. നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ തെളിയിക്കും. എനിക്ക് അത്രയും വിഷമമുണ്ട്. കാര്യം വെച്ചാൽ എല്ലാവരുടെയും വായിന്ന് കേൾക്കേണ്ട ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ വന്ന് പറഞ്ഞാൽ മതി, അത് തീരാളതേ ഉള്ളൂ അവിടെ. അതാണ് നമ്മുടെ സമൂഹം. അന്നാ കിട്ടിയ 1.5 ലക്ഷം രൂപ 1.5 കിട്ടിയില്ല, 1,30 സംതിങ് ആണ് നമുക്ക് കിട്ടിയത്. അത് അവിടെ 1,20,000 എത്രയെങ്ങാണ്ട് അവിടെ കൊടുത്തു. പിന്നെ ബാക്കി എൻ്റെ കയ്യിൽ അന്നൊരു 20,000 രൂപ ഉണ്ടായിരുന്നു കയ്യിൽ. എനിക്ക് മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ ബാക്കി കിട്ടിയ 1,20,000 രൂപ എങ്ങാണ്ടാണ് നമുക്ക് കിട്ടിയത് ടോട്ടലി. അത് ബാക്കി എൻ്റെ ഇരുന്ന പൈസയും കൊണ്ട് ഞങ്ങളെല്ലാം പോയി അടയ്ക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. അതാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രൂഫും കാര്യങ്ങളും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോപ്സിയുടെ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ തന്നെ ഇടും. പിന്നെ എല്ലാവരും ചോദിക്കുന്നു, നീ ചാനലിൽ കയറി മെഴുകുന്ന എന്തിനാന്നുള്ള കാര്യം. ഞാൻ ആകെ ഇട്ടേക്കുന്ന 4 വീഡിയോ ആണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാനോ മനുഷ്യരുടെ ആക്റ്റീവ് അല്ല. അത് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ആക്റ്റീവ് അല്ല എന്നുള്ള കാര്യം. വല്ലപ്പോഴും മാസം ചിലപ്പോൾ 2 റീൽസ് ആയിരിക്കും ഞങ്ങൾ ഇടുന്നത്. ഇനി എൻ്റെ ജീവിതം എന്ന് വരെ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട്, അന്ന് വരെ ഞാൻ ഉറപ്പായിട്ട് മനുഷ്യരുടെ എൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. ആരും കാണാൻ താല്പര്യമില്ല, കാണണ്ട, സ്കിപ്പ് ചെയ്തു. ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്ക് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തേ പറ്റൂ. കാര്യം ഇനി എൻ്റെ ജീവിതം, ഇനി എൻ്റെ ഓരോ നിമിഷങ്ങളും ഞാൻ എല്ലാ ആൾക്കാരും അറിയിച്ചേ ചെയ്യുള്ളൂ. ഇനി ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ വീണ്ടും കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ആൾക്കാർ, നിങ്ങൾക്ക് മനസ്സാക്ഷിപരമായിട്ട് ചിന്തിക്കാൻ പറ്റും. കാര്യം വെച്ചാൽ ഓക്കെ, ഒരു സ്ത്രീ മരിച്ചാൽ ഒരു മീൻസ് നമുക്കൊരു വീണ്ടും ഒരു കല്യാണം കഴിക്കാം, ഒരു പുരുഷൻ മരിച്ചാൽ വീണ്ടും കല്യാണം കഴിക്കാം. എന്നാൽ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോഴത്തേന് നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന വേറൊരാളെ എനിക്ക് വേണ്ട. കാര്യം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കിട്ടിയത്. എനിക്കിങ്ങനെ ഒരു കല്യാണം വേണ്ട, എനിക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മതി എൻ്റെ മരണം വരെ, എൻ്റെ മനുഷ്യൻ്റെ ഓർമ്മയായിട്ട് മാത്രം. ആരും എനിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് വരണ്ട. കുറേ ആൾക്കാരുടെ മെയിൻ പരിപാടി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കല്യാണ ആലോചനയാണ്. എനിക്ക് വേണ്ട, താല്പര്യമില്ല. ജിബിൻ പറഞ്ഞിരുന്നു മനുവിന് പകരം ഞാനായിരുന്നെങ്കിലെന്ന്. അങ്ങനൊരു അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ. അങ്ങനെ ഉണ്ടായാൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാമല്ലോ, കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഉറപ്പായിട്ടും ഞാൻ പറയാം, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ഭയങ്കര വിശ്വാസമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എന്നും പള്ളി പോവുകയും എല്ലാം നടക്കുന്നത്. പക്ഷേ എൻ്റെ സഭയോ അല്ലെങ്കിൽ എൻ്റെ നിയമപ്രകാരമോ ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എന്നെ പള്ളിയിൽ അടക്കുകയില്ല, ഉറപ്പായിട്ട് അടക്കുകയില്ല. പള്ളിയിൽ എല്ലാത്തിൽ നിന്ന് എന്നെ ഓൾറെഡി വിലക്കി വയ്ക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ. അപ്പോൾ സത്യം പറഞ്ഞാൽ പള്ളിയിൽ പോകാം എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒരു സംഭവമില്ല. എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു ലാസ്റ്റ് വിഷ് പോലെ ഞാൻ പറയണം. കാര്യം ചിലപ്പോൾ മേ ബി എന്ന് നമ്മൾ മരിക്കും എന്നറിയില്ല, പക്ഷെ ഞാൻ എന്ന് മരിച്ചാലും ഇങ്ങനൊരു സാധനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ മനുഷ്യരുടെ മരിച്ചതിൻ്റെ അന്ന് മനുഷ്യരുടെ എൻ്റെ കൂട്ടത്തിൽ അടക്കാൻ അല്ല ജെബിന് വിട്ടുകൊടുക്കാൻ ബോഡി എന്നുള്ള ലെവലിൽ എവിടെയെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നെങ്കിൽ കോർട്ടിൽ നിന്ന് എനിക്ക് അതിനൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതില്ല. അങ്ങനെ ഒരു കാര്യം നമ്മളാരും ചിന്തിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഒരു കാര്യം. അന്നാണ് ഞങ്ങളോട് പത്മ ചേച്ചി പറഞ്ഞത്, നമ്മളെല്ലാം ലാസ്റ്റ് വിഷൻ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എഴുതി വെക്കുക അല്ലെങ്കിൽ പറയുക ചെയ്യണം എന്നുള്ളൊരു കാര്യം. എൻ്റെ ലാസ്റ്റ് വിഷൻ ഞാൻ പറയുകയാണെങ്കിൽ, എന്നെ സത്യം പറഞ്ഞാൽ ഒരു പള്ളിയിൽ അങ്ങനെ അടക്കുകയില്ല. എന്നെ അടക്കണമെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ദഹിപ്പിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാനൊരു അൺക്ലെയിംഡ് ബോഡിയായി പോകും. ഇത്ര നാളും ജീവിച്ചു മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്ന വേറെ ഒരു ബോഡി, അങ്ങനെ ആകാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു കാര്യം പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതിലേക്ക് വിട്ടുകൊടുക്കാതെ എവിടെയെങ്കിലും ദഹിപ്പിക്കുക. അതിനുവേണ്ടി ചിലപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ക്യാഷ് ഇട്ടേക്കുക. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അനിയനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കാര്യം അതിപ്പോൾ എൻ്റെ ഒരു ഇതായിട്ടാണ് പറയണത്. കാര്യം എനിക്ക് വേറെ ആരും ഇല്ല ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി. ഒരു പെട്ടി മേടിക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു ഡ്രസ്സ് ലാസ്റ്റ് ഉടുപ്പിക്കാനായിട്ടുള്ള ക്യാഷ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ദഹിപ്പിക്കുക അല്ലാതെ ഒരു മതത്തിന് ഒരു സമൂഹത്തിന് എന്നെ വിട്ടു കൊടുക്കരുത്. അതെൻ്റെ ഒരു അപേക്ഷയാണ്.
എൻ്റെ മനുഷ്യനെ പോലെ ഇനി ആർക്കും ഒരു ദുരവസ്ഥ ഉണ്ടാവില്ല. സ്വന്തമായിട്ട് നമ്മളെപ്പോലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഏതൊരു ആൾക്കാരാണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുകയാണ്. കാര്യം നമുക്ക് വേണ്ടി ഒരു ലാസ്റ്റ് വിഷ് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു മുദ്രപത്രത്തിൽ തയ്യാറാക്കി വെക്കുക. കാര്യം ഇനിയില്ലെങ്കിൽ എൻ്റെ മനുഷ്യമായിട്ട് അനുഭവിച്ച പോലെ എല്ലാം നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഏറ്റവും വൃത്തികെട്ട അല്ലെങ്കിൽ ഏറ്റവും മോശമായൊരു ട്രീറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക, ആ സമൂഹത്തിന് വേണ്ടി ജീവിക്കുക. എന്താണെങ്കിലും നല്ലൊരു ഭാവി, മീൻസ് ആ പറഞ്ഞൊരു പ്രതീക്ഷയുണ്ടല്ലോ കോടതി അന്ന് പറഞ്ഞ ആ പ്രതീക്ഷ കൈവിടാതിരിക്കും. ഒരിക്കലും ഇല്ല. താങ്ക് യു.